പാകിസ്ഥാൻ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യ പാകിസ്ഥാൻ FTF യോഗം പാരീസിൽ ഒക്ടോബർ 2026 നടക്കും. ലോകത്തിന്റെ ഏത് കോണിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ആഗോളതലത്തിൽ പാകിസ്ഥാനിലേക്ക് വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പാകിസ്ഥാൻ സർക്കാരും അവിടുത്തെ തീവ്രവാദ സംഘടനകളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് തന്നെ വ്യക്തമായി അറിയാം. ഈ സാഹചര്യത്തിനിടയിൽ അടുത്ത ഒക്ടോബറിൽ പാരീസിൽ നടക്കുന്ന ആന്റി മണി ലോണ്ടറിംഗ് കൗണ്ടർ ടെററിസം ഫിനാൻസിംഗ് വാച്ച് ഡോഗ് FATF യോഗത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായ തെളിവുകൾ അവതരിപ്പിക്കാനാണ് ഇന്ത്യ നിലവിൽ തയ്യാറെടുക്കുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. 2022 ഒക്ടോബറിൽ പാകിസ്ഥാനെ നീക്കം ചെയ്ത FATFന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ തള്ളുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനായി ഇന്ത്യ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത്തരം നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതിൽ പാകിസ്ഥാൻ സൈന്യത്തിലെയും രഹസ്യാന്വേഷണ ഏജൻസിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് കാണാം. ഇതിനു പുറമെ തീവ്രവാദ സംഘടനകളുടെയും യോഗങ്ങളിലും റാലികളിലും പാകിസ്ഥാൻ അധികൃതർ പങ്കെടുക്കുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകളും ഇന്ത്യയുടെ പക്കലുണ്ട് എന്നുള്ളതാണ്. എന്തിനു പറയുന്നു, കഴിഞ്ഞ ദിവസം പ്രമുഖ പാക് ക്രിക്കറ്ററായിട്ടുള്ള അക്തറിന്റെ സഹോദരൻ മരിച്ചപ്പോൾ അതിൽ പോലും ലഷ്കർ-ഇ-ത്വയ്ബ ഭീകരർ സജീവ സാന്നിധ്യമായിരുന്നു എന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഇതിനോടകം തന്നെ ലോകം ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാരീസിൽ നടക്കാനിരിക്കുന്ന യോഗത്തിൽ ഇന്ത്യ ഈ വീഡിയോകളും ഡോക്യുമെന്ററി തെളിവുകളും ലോക നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെ ഇസ്ലാമാബാദിന്റെ തീവ്രവാദ മുഖം വീണ്ടും തുറന്നു കാട്ടാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ വൈസ് പ്രസിഡന്റായി ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ സാംസ്കാരിക കാര്യ സെക്രട്ടറി വിവേക് അഗർവാളിനെ FATFന്റെ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. ഇക്കാരണത്താൽ ഈ ആഗോളവേദിയിൽ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യ കൂടുതൽ ശക്തമായ നിലയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ്.